എല്ലാവർക്കും ടെക് മീഡിയ വെർഷൻ 4.5 സ്വാഗതം. നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ബിഗ് ബില്യൺ സെയിൽ വന്നപ്പോൾ അതിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ട്രിമ്മറാണ്. ബിയർഡ് ട്രിമ്മറും പിന്നെ നമുക്ക് മുടിയും വെട്ടാം. അപ്പം നമ്മൾ അതിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഫ്ലിപ്കാർട്ടുകാർ തന്നെ ടു ഗുഡിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തെടുത്ത് തന്ന സാധനമാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ അതിൽ നിന്ന് വന്നതാണ്, പക്ഷേ ടു ഗുഡിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ കുബ്രയുടെ ഒരു ട്രിമ്മറാണ്. വലിയ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ. പിന്നെ ഒരു 1 ഇയർ വാറൻറ്റി പറയുന്നുണ്ട്, ഗ്യാരൻറ്റി പറയുന്നുണ്ട്. പിന്നെ ഇത് കാണിച്ചേക്കുന്ന ഒരു 3mm കട്ടിങ് ലെങ്ത് കോംബോ ഉണ്ട്. അത് മറ്റേ നമ്മുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. പിന്നെ 6mm ഉണ്ട്, 9mm ഉണ്ട്. പിന്നെ ക്ലീനിങ് ബ്രഷ് ഉണ്ട്. അതായത് നമ്മൾ മുടി വെട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ബ്ലേഡിലൊക്കെ മുടിയുടെ പീസ് ഇരിക്കും, അത് തൂത്ത് കളയാനായിട്ടൊരു ക്ലീനിങ് ബ്രഷ് ഉണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിൾ അഡാപ്റ്റർ, ഇപ്പോൾ ചാർജ് ചെയ്യാവുന്നതാണിത്, വയർലെസ് ആണ്. പിന്നെ അതിൻ്റെ പല കളർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന നീലയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് യൂസ് ചെയ്യാത്. പിന്നെ 0.2 അതെന്താണെന്ന് അറിയത്തില്ല നമുക്ക്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബ്ലേഡ്, അതായത് ഇവിടുത്തെ ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, തുരുമ്പടിക്കത്തൊന്നുമില്ല. പിന്നെ മൈക്രോ USB ചാർജിങ് കേബിൾ, ഹൈ ക്വാളിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്താണ് ഇതൊന്ന് മാറ്റി വെക്കാം. തുറന്ന് നോക്കുമ്പോൾ ഒരു പേപ്പർ കാണുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഗ്യാരൻറ്റി എന്നൊക്കെ എഴുതിയത്, ഇവിടെ ഗ്യാരൻറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു പേപ്പറാണ്, എൻ്റെ യൂസർ മാനുവലാണ്. അപ്പോൾ നമുക്കിത് ഇതാണ് നമ്മുടെ ട്രിമ്മർ, കുബ്രയുടെ ഒരു ട്രിമ്മർ ഉള്ളത്. ഇത് ചാർജ് കാണും ഇപ്പോൾ. പിന്നെ ഇവിടെ ഒരു ബാറ്ററിയുടെ ഒരു സ്ലോട്ടുണ്ട്. ഇതാണ് ബാറ്ററി, റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഇതാണ് ബാറ്ററി 1.2 വോൾട്ടിൻ്റെയാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടേക്കാം. പിന്നെ ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് പിന്നെ ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇവിടെ ചാർജിങ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇതാണ് ചാർജർ നമ്മൾ കുത്തുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അതെ, സാധനം ഓൺ ആകുന്നുണ്ട്, നല്ല പവറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അഴിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഈ ഹെഡ് മാത്രമായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ക്ലീനൊക്കെ ചെയ്യാം. പിന്നെ അത് ഇതാണ് മോട്ടറിൻ്റെ ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് കറങ്ങുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ബ്ലേഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുണ്ടോ, ഈ ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പിൽ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴാണ്. അതായത് ഇത് കറങ്ങുമ്പം ഈ ഒരു കമ്പി കണ്ടോ, ഇങ്ങനെ ചെറിയൊരു വളവുണ്ട്. അപ്പം അത് ഇതിനിടയ്ക്ക് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴാണ് ഈ ബ്ലേഡ് അനങ്ങുന്നതും മുടി മുറിയുന്നതും ഒക്കെ. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് കയറ്റിയിടാം. ഇങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി, അപ്പം മുറിയിക്കോളും. ഇതാണ് എൻ്റെ പുറം വരുന്നത്. നമുക്ക് പൊളിച്ച് കളയാം. അതെ, നല്ലൊരു ഫിനിഷിങ്. പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ പോപ്പുലറായിട്ടുള്ള കമ്പനി അല്ല കുബ്ര എന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ പരിചയമില്ല. നമുക്ക് ഒന്നുകൂടെ ഓണാക്കി നോക്കാം. വലിയ സൗണ്ടൊന്നുമില്ല സാധനത്തിന്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് അവർ പറഞ്ഞ 3 ബ്ലേഡിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന സാധനം. ഇതാണ് 9mm, അതായത് നമുക്ക് മുടി വെട്ടുമ്പം എത്ര ലെങ്ത് വേണോ നോക്കിയിട്ട് വെട്ടാനായിട്ടുള്ളത് 9mm ഉണ്ട്. പിന്നെ 6mm ഉണ്ട്. പിന്നെ ഉള്ളത് 3mm ആണ്. ഇങ്ങനെ 3 അളവ് സെറ്റ് ചെയ്യാനായിട്ടുള്ള സാധനമാണ്. ഇത് കയറ്റിയിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രിമ്മർ എടുത്തിട്ട് നമ്മുടെ ട്രിമ്മർ ആദ്യമേ ഈ അറ്റം ഇങ്ങോട്ട് കയറ്റിയിടുക, എന്നിട്ട് ക്ലിപ്പ് ചെയ്യുക, എന്നിട്ട് മുടി വെട്ടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ മാറ്റിയിടണമെങ്കിൽ 9mm വേണം, 9mm ഇടാം. 3mm ഉണ്ട്, 6mm ഉണ്ട്. പിന്നെ മാറ്റി ഇടാം. പിന്നെ നമുക്കുള്ളത് ഒരു ക്ലീനിങ് ബ്രഷാണുള്ളത്. ഇതാണ് ഒരു ക്ലീനിങ് ബ്രഷ്. അത് നമ്മൾ തിരിച്ച് വെച്ചു. ക്ലീനിങ് ബ്രഷ് എന്നാത്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മൾ തൂത്ത് കളയാനായിട്ട് ക്ലീനിങ് ബ്രഷ് ഉണ്ട്. ഇത് തൂത്ത് കളയാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഓയിൽ, ചെറിയൊരു നമ്മുടെ തയ്യൽ മെഷീനിലൊക്കെ ഒഴിക്കുന്ന നമുക്കൊരു ഓയിൽ വരുന്നുണ്ട്. അതെ, ചെറിയൊരു ഓയിലാണ്. അത് നമ്മൾ ഈ ബ്ലേഡിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് മുടിയിട്ട് വെട്ടി കഴിയുമ്പം അതിനായിട്ട് പിടുത്തം വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഫ്ലൂയിഡ് ഇവിടെ ഒഴിച്ചു കൊടുക്കും. പിന്നെയുള്ള ഒരു ചാർജർ, ഇതാണ് ഒരു ചാർജർ വരുന്നത്. നമ്മുടെ സാധാരണ ഫോണിൻ്റെ അഡാപ്റ്ററെ കുത്തിയാൽ മതി, ചാർജ് ആയിക്കോളും. നല്ല നീളമൊക്കെ ഉണ്ട്, വയറിന് നല്ല നീളമുണ്ട്. അപ്പം ഇത് ഒരു 4-5 മണിക്കൂർ കുത്തിയിട്ടാൽ ഫുൾ ചാർജ് ആവും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 45 മിനിറ്റ് ഉപയോഗിക്കാമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഒരു വർഷത്തെ ഗ്യാരൻറ്റി പറയുന്നുണ്ട് അവർ. പിന്നെ നമുക്കിത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതാണെന്ന് പറയാം. ഇപ്പോൾ കുഴപ്പമില്ല, ഇതിന് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ തന്നേക്കുന്നത്. ഈ ബ്ലേഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഹെഡ് വരെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഇത് താടി ഒഴിക്കുന്ന സാധനമാണ്. പിന്നെ മുടിയും വെട്ടാൻ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പൊക്കെ കൊടുത്തേക്കുന്നത്, മുടി വെട്ടാനായിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പേപ്പർ വേണ്ടതാണ് നമുക്ക് ഗ്യാരൻറ്റി കിട്ടണമെങ്കിൽ. പിന്നെ ഇവിടെ നമുക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല, കമ്പനിയല്ല. എന്നാലും നമുക്ക്
ബിഗ് ബില്യൺ സെയിൽ വന്നപ്പം 400 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമ്മളെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.